Okay, listen here, Fatima Jabir. Please turn on your video. Okay, here I am telling the story of crow. One day the crow became very sad by its appearance, and he thought that he is not beautiful like other birds. Okay, അത്രയും മനസ്സിലായോ? ഒരു ദിവസം നമ്മുടെ കാക്ക എന്താ വിചാരിച്ചത്? ഞാൻ മറ്റുള്ള ബേർഡ്സിനെ പോലെ അതിസുന്ദരിയൊന്നും അല്ല അല്ലേ? അതുകൊണ്ടാണ് നമ്മുടെ കാക്കയ്ക്ക് സങ്കടം വന്നത്. The crow became very sad by its appearance. Then our crow one day went to near parrot. എന്താ പാരറ്റിനോട് പറഞ്ഞത്? And share his thoughts. What was the thoughts? The crow said that, parrot, parrot, I am not such beautiful like you. So I wish to be colorful like you. What I want to do for becoming like you. ഞാൻ നിന്നെ പോലെ അവൻ എന്തു വേണം അല്ലേ? I am not beautiful like you. ഞാൻ നിന്നെ പോലെ സുന്ദരിയൊന്നും അല്ലല്ലോ. Then what was the reply of the parrot? The parrot said that, oh crow, I am not such beautiful. You can go near the peacock. അല്ലേ? പീകോക്കിന്റെ അടുത്ത് നിനക്ക് പോകാം. Because peacock is the most beautiful bird in our world. നമ്മുടെ ലോകത്തിൽ തന്നെ, നമ്മുടെ വേൾഡിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേർഡ് ഏതാണ്? അത് പീകോക്ക് ആണ്. So you can go near peacock. He will give some advice. അല്ലേ? നിനക്ക് അവൻ എന്തെങ്കിലും ഉപദേശം തന്നേക്കാം. After hearing that, the crow went to near peacock. പീകോക്കിന്റെ അടുത്ത് പോയി അല്ലേ? യെസ്. എന്നിട്ട് പീകോക്ക് എന്താ പറഞ്ഞേ? പീകോക്കിനോട് എന്താ ക്രോ പറഞ്ഞത്? ഏ പീകോക്ക്, പീകോക്ക്, look at me. I am black. Nobody likes me. I am beautiful. I am not beautiful. I am black color. And I wish to be like you. Then what was the reply of that peacock? Peacock എന്താ പറഞ്ഞത്? Do not like that. Oh dear crow, do not like that. നീ അതുപോലെ ചിന്തിക്കരുത് അല്ലേ? Because we are beautiful. So we are cased by our appearance. We are cased by our beautiful അല്ലേ? ബ്യൂട്ടി. ഞാൻ സുന്ദരി ആയതുകൊണ്ടാണ്, ഞാനും പാരറ്റ് ഒക്കെ സുന്ദരി ആയതുകൊണ്ടാണ് അല്ലെ, ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണ് ഇവിടെ കേസ്ഡ് ആയിരിക്കുന്നത്. കേസ്ഡ് മീൻസ് വാട്ട്? കൂട്ടിലകപ്പെട്ടിരിക്കുന്നത്. നമ്മൾ പാരറ്റിന് എന്ത് ചെയ്യും? നമ്മൾ പാരറ്റിനെ വീട്ടിൽ വളർത്താറില്ലടോ? ഉണ്ടല്ലേ? ഒരു ചെറിയ കൂടൊക്കെ ആക്കിയിട്ട് നമ്മൾ പാരറ്റിനെ വീട്ടിൽ വളർത്താറുണ്ട് അല്ലേ? യെസ്. അപ്പൊ അതുകൊണ്ട് കാക്കേണ്ട കാര്യം എങ്ങനെയാ? നമ്മുടെ പാരറ്റിനെ കൂട്ടിലടച്ചുകൊണ്ട് he cannot go anywhere, he cannot fly. അതിന് എവിടെയും പറക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ? യെസ്. as it is beautiful, he cannot fly. അതിന് എവിടെയും പറക്കാൻ വേണ്ടി പറ്റില്ല. but what about our crow? ക്രോന്റെ കാര്യം എങ്ങനെയാ? as it is not beautiful, he can fly anywhere. അതിന് എല്ലായിടത്തേക്കും പറക്കാം അല്ലേ? he has the freedom to fly anywhere. അതിന് എല്ലായിടത്തേക്കും പറന്നു പോകാൻ വേണ്ടി പറ്റും. ആരും അതിനെ കൂട്ടിൽ അകപ്പെടുത്തൊന്നുമില്ല അല്ലെ? കൂട്ടിലാക്കൊന്നുമില്ല. യെസ്. Then what is the moral of the story? What we can learn from this story? Beauty is not the matter here അല്ലേ? സൗന്ദര്യമല്ല ഒന്നിനും ഒരു കാരണം. Yes, Anvita, what message you get from the story? Why you raise your hand? Do not compare yourself with others. That is the moral of the story. Okay. Do not compare yourself with others. നമ്മളെ ആരും അല്ലെ, നമ്മൾ ആരും മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാൻ വേണ്ടി പാടില്ല അല്ലേ? പിന്നെയോ we have to live happily by what we have or what we are. നമ്മൾ എന്താണല്ലേ, നമുക്ക് എന്താണുള്ളത് വെച്ചിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക. അല്ലാതെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ വേണ്ടി പാടില്ല അല്ലേ? ചില സമയത്ത് നമുക്ക് കുറച്ചേ പൈസ ഉണ്ടാവുള്ളൂ, ചിലവർക്കോ ഒരുപാട് പൈസ ഉണ്ടാവും അല്ലേ? ബട്ട് that doesn't matter for us. നമുക്കതൊരു മാറ്ററേ അല്ല. ഓക്കെ. നമുക്ക് എന്താണുള്ളത്, നമ്മൾ എന്താണ് വിചാരിച്ചിട്ട് വേണം നമ്മൾ ജീവിക്കാൻ അല്ലേ? ക്രോന്റെ കാര്യം നോക്കിയേ. ക്രോ എന്താ ചിന്തിച്ചത്? ബ്യൂട്ടി ഈസ് എവറിത്തിങ്. സൗന്ദര്യമാണ് എല്ലാത്തിനും നല്ലത് അല്ലേ? നമ്മളെല്ലാവരും നല്ലതാണോ കാണാൻ? അല്ല അല്ലേ? പിന്നെ
നമുക്ക് എന്ത് വേണം? കഴിവുണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. പഠിക്കുകയാണ് വേണ്ടത് അല്ലേ? ശരിക്കുള്ള സൗന്ദര്യം എന്താണ്? നമ്മുടെ കഴിവുകളല്ലേ? അതല്ലേ നമ്മുടെ ബ്യൂട്ടി? യെസ്. നമ്മുടെ വിദ്യാഭ്യാസമല്ലേ നമ്മുടെ ബ്യൂട്ടി? യെസ്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും എന്ത് വേണം? പഠിക്കണം അല്ലേ? പൊന്നു മക്കളായിട്ട് പഠിക്കണം. യെസ്. ഡു നോട്ട് കമ്പയർ വിത്ത് അതേഴ്സ്. അവൻ അതുണ്ടല്ലോ, അവന് സൈക്കിൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടല്ലോ, അവന്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് കരയാണോ വേണ്ടത്? അല്ല. വി ഹാവ് ടു ലിവ് അവർ ലൈഫ് ഹാപ്പിലി വിത്ത് വാട്ട് വി ഹാവ്. നമുക്ക് എന്താണുള്ളത് വിചാരിച്ചിട്ട് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണം. അങ്ങനെയല്ലേ വേണ്ടത്? ഇല്ല, അവൻ അപ്പുറത്ത് കളിക്കാൻ ലാപ്ടോപ്പ് വാങ്ങി എനിക്ക് വേണം എന്നിട്ട് കരയാണോ വേണ്ടത്? അവൻ ഐപാഡ് ഉണ്ട്, എനിക്ക് ഐപാഡ് ഇല്ല എന്നിട്ട് കരയണോ? നോ. വി ഹാവ് ടു ലിവ് ഹാപ്പിലി. സന്തോഷത്തോടെ ജീവിക്കണം അല്ലേ? യെസ്. നമ്മൾ എല്ലാവരും പറഞ്ഞു ഇപ്പൊ എന്ത്? പാരറ്റിനെയാണ് ഇഷ്ടം, പീകോക്കിനെയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു അല്ലേ? Then what about crow? We have to accept crow also. നമുക്ക് ക്രോനെയും കൂടി ഇഷ്ടപ്പെടണം അല്ലേ? യെസ്. നമ്മൾ പീകോക്കിനെ ആയാലും പാരറ്റിനെ ആയാലും വീട്ടിലൊരു കൂട്ടിലൊക്കെ ആയിട്ട് അടച്ചിടും അല്ലേ? Then what about crow? Crow can fly anywhere. അതിന് എല്ലായിടത്തും പറക്കാൻ വേണ്ടി സാധിക്കും അല്ലേ? യെസ്. Then do you want to say anything? Do you want to say anything? No. Okay, Nidasha. Nidasha, എന്താ ഈ സ്റ്റോറി മനസ്സിലായത്? This beauty is not the matter. It's not the matter. കേട്ടില്ല മിസ്. എന്തൊക്കെയോ കഷ്ടപ്പെട്ട് പറയുന്നുണ്ട് അല്ലേ? Beauty ബ്യൂട്ടി is not the matter. Beauty is not? Beauty not bad. Okay, മിസ്സിന് മനസ്സിലാവുന്നില്ല കേട്ടോ പൊന്നെ. Okay, then Ishani, what message do you get from the story? No. Unmute yourself. Unmute yourself, പൊന്നെ. നമ്മുടെ കഴിവില് നമ്മൾ സന്തോഷിക്കുക. ഓക്കെ, നമ്മുടെ കഴിവിലും നമുക്കുള്ള സാധനങ്ങളിലും ഒക്കെ നമ്മൾ സന്തോഷിക്കുക അല്ലേ? മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സങ്കടപ്പെടാനേ സമയം ഉണ്ടാവുള്ളൂ. ഓക്കെ, then മുഹമ്മദ് ഷാസിൽ. Don't compare with others. Don't compare with others. Very good. നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കരുത് അല്ലേ? അല്ലേ? യെസ്, വെരി ഗുഡ്. പൊന്നു മോനാണ് കേട്ടോ. യെസ്. then അഹല്യ, what do you learn from the story? സായന്തത്തിനൊന്നും കാര്യമില്ല. കേട്ടില്ല മിസ്. സായന്തത്തിനൊന്നും കാര്യമില്ല. സൗന്ദര്യത്തിനൊന്നും കാര്യമില്ല എന്നാ പറഞ്ഞ? സ്വാതന്ത്ര്യത്തിനെന്നാ? സൗന്ദര്യത്തിൽ. ഓക്കെ, ബ്യൂട്ടി. ഓക്കെ, വെരി ഗുഡ്. then ആയിഷ മന, do you want to say anything? ആയിഷ മന, can you hear me, Aisha? then Vaiga, Beauty. Okay, beauty. Yes. Is not a matter.
Beauty is doesn't matter. Okay. What is the real beauty? What is the real beauty? എന്താ ശരിക്കുള്ള ബ്യൂട്ടി? What is the real beauty, Anvida? That's our the real beauty is our. Yes, tell me. Unmute yourself. Real beauty is our. Who can say? അമ്മ പറയേണ്ടത് മോള പറയേണ്ടത്? ഞാൻ അമ്മേനെ പഠിപ്പിക്കുന്ന മോളെ പഠിപ്പിക്കുന്നു. Okay, what is the real beauty? Who can say? Adya, can you say what is the real beauty? That's our. കേട്ടില്ല. The real talents. Okay, very good. That's talent. So abilities. Yes, then is Shani Shanu. The real beauty is our. Okay, നമ്മുടെ കഴിവുകളാണ് നമ്മുടെ സൗന്ദര്യം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലേ നിങ്ങൾക്ക്? Yes. Then do you want to say any story? Do you want to share a story, Ahalya? Okay. Tell me. No. Shame, Ahalya. Story അറിയില്ല എന്റെ മോക്ക്? ഇല്ലേ? അമ്മ പഠിപ്പിച്ചു തന്നിട്ടില്ല? ഇല്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റോറി പഠിച്ചിട്ട് മിടുക്കിയേറ്റ് വാട്ടാ. യെസ്, പൊന്നു മോളാണേ. Then Vaiga is ready there. Vaiga കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്തവരെ നോക്കട്ടെ മിസ്സേ. Hail Jo, can you tell a story? പൊന്നു മോനെ, പുതിയൊരു സ്റ്റോറി പറഞ്ഞേ മിസ്സിന്. പഠിച്ചിട്ട് വരണേ. ലാസ്റ്റ് നമുക്ക് അമാനന്റെ ഒരു ഇമാജിനേറ്റീവ് സ്റ്റോറി കേൾക്കാം കേട്ടോ. അടുത്തത് ഉമർ എവിടെയാ? ഉമർ ജാഫർ, വിദ്യുത് രാമി സർ. Where is Umar? Okay, Umar is ready. One day fisherman fishing with a silver one. As usual, he saw in the well that waiting to fish all fishes to get in, so that he could earn lot of fish in the market and to get some money out of them. After some time, fisherman saw shaking. Fisherman saw that he must caught a lot of fish in the net. He saw next one fish turning to fish in the net. But suddenly, fisherman started to stop fishing with a started to talk to him. And it to be said to fisherman, oh fisherman, is killing me. But fisherman did not listen to the fish. But again, turning to fish, said the fisherman, I will pay my price to the best. When you come next time, who have more fish? Fisherman thought to himself,
3, 5, let's go. One tiny little fish. Today, tomorrow, I will catch a lot of fish. Fisherman, let's go. Tiny little fish into the river. Again. See, tiny little fish was really happy and swam away happily. Okay, have you finished? Come to back. Thank you. Okay, very good. Give a big clap to him. Super. കണ്ടോ എന്റെ ഉമ്മറ ഞാൻ പറഞ്ഞതനുസരിച്ച് വന്നിട്ട് നല്ല മോനായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇംഗ്ലീഷിൽ തന്നെ സ്റ്റോറി പഠിച്ചിട്ട് വന്നിട്ടുണ്ട്. എത്ര പേര് പഠിച്ചിട്ട് വന്നിട്ടുണ്ട്? ഇംഗ്ലീഷിൽ സ്റ്റോറി പറയുന്ന എത്ര പേര് പഠിച്ചിട്ട് വന്നിട്ടുണ്ട്? Nobody is there. വൈഗ. Okay. Chinnu and Minnu are two kittens. One day they got a fish. Okay, what do you mean by kitten? എന്താ kitten എന്താ വൈഗ? പൂച്ചക്കുട്ടിയാണ്. Okay. She is telling story of two kittens. രണ്ട് പൂച്ചക്കുട്ടികളുടെ സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത്. Okay, വൈഗ കണ്ടിന്യൂ. Minnu and Chinnu are two kittens. One day they got a fish. This is for me only, said the Chinnu. No, this is for me, said the Chinnu. They were beaten for the fish. Seeing all this, a crow was sitting in a tree. The crow bent down and carved the head, the fish, and flew away. Chinnu and Minnu bowed their heads in shame. Then, what is the moral of the story? The moral of the story is Ah. always sharing things. Always share your things. Okay, വൈകി എന്താ ഇപ്പൊ സ്റ്റോറി പറഞ്ഞത്? ആരെ കുറിച്ചുള്ള സ്റ്റോറി പറഞ്ഞത്? She told the story of two kittens. Okay, Chinnu and Minnu. One day they got a fish. അവർക്ക് എന്ത് കിട്ടി? ഒരു ഫിഷ് കിട്ടി അല്ലേ? Then they became quarrel for that fish. അവര് രണ്ടാളുപേരും കൂടി അടിയാക്കി അല്ലേ? ഒരാൾ പറഞ്ഞു this is for me. ഇത് എനിക്കാണ് ഈ ഫിഷ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ മിന്നു പറഞ്ഞു and this is for me. It's not for you. It's for me. ഇത് എനിക്കാന്ന് പറഞ്ഞു. Then what happened? A crow is coming. It flew and came near the two kittens and took that fish from there. അവരുടെ കയ്യിൽ നിന്ന് ആ ഫിഷ് തട്ടിപ്പറിച്ചിട്ട് അവർ പോയി അല്ലേ? കാക്ക പോയി. And it flew away. Then the Chinnu Minnu became very sad. They became very shamed. Okay, then what is the moral of the story? Always we have to share our things with others അല്ലേ? നമ്മൾ എപ്പോഴും നമ്മുടെ സാധനങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. Okay, then what is Anvida? Do you want to say story? Anvida, we have remaining 1 minute. ഒരു മിനിറ്റ് കൊണ്ട് സ്റ്റോറി തീരുവോ? റിയാനും ഉണ്ടല്ലേ? ഒരു മിനിറ്റ് കൊണ്ട് സ്റ്റോറി തീരുവോ? നോ, ഇല്ല. ഓ, അമ്മയും മോളും അടിയാണ് അവിടെ. ഓക്കെ, then റിയാന്റെ സ്റ്റോറി ഒരു മിനിറ്റ് കൊണ്ട് തീരുമോ മോനെ? അമ്മനോട് ചോദിച്ചേ. യെസ്. ഓക്കെ, then Two goats trying to cross a river. They both met in the middle of the bridge. The bridge was very narrow. So I could not pass each other.
Now each of them wanted to be the first. wanted to be the first. We So they begin fight. fight. Kept on fighting Kept on fighting till they both both fell into the fell into the river river and and withdrawn. Moral foolishness is is always punished. always